ഉപ്പൻ ടേസ്റ്റിന്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയായ ബാദുഷയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റോടും നല്ല രുചിയോടും കൂടെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഈ ബാദുഷ. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഈ ബാദുഷ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുകയും മാത്രമല്ല ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയും വേണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബാദുഷ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായി 250 മില്ലി മെഷർമെന്റ് കപ്പിന്റെ 2 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. 500 ഗ്രാം മൈദ മാവാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഈ മൈദ മാവിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് നെയ്യ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരു 4-5 സ്പൂൺ തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഇതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴയ്ക്കുന്ന സമയത്ത് ആദ്യം വെള്ളം ചേർക്കാതെ ഈ മാവ് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നെയ്യും തൈരും ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഇതൊന്ന് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കുന്നതിന് മുമ്പായി ഒരു 2-3 മിനിറ്റ് വരെ നമുക്ക് ഈ മാവ് ഈ നെയ്യും തൈരും ഒക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, നമ്മൾ ഈ മാവ് കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരല്പം വെള്ളം ചേർത്ത് ഇതിനെ നമുക്കൊന്ന് കട്ടിയായിട്ട് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് ഇത് കുഴഞ്ഞു പോകരുത്. അല്പം വെള്ളം ചേർത്ത് വേണം നമുക്കിത് കട്ടിയായി തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഈ രീതിയിലാണ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത്. ഈ മാവ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിനെ നമ്മൾ കയ്യിലെടുത്ത് ഇതൊന്ന് ഞാനിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഉള്ളൊക്കെ ഈ രീതിയിൽ ലെയറായി നമുക്ക് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായി നമുക്ക് മാറ്റിവെക്കാം. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരിക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമായ പഞ്ചസാര ലായനി തയ്യാറാക്കാം. അതിനെ ഞാൻ ഇവിടെ 250 മില്ലി മെഷർമെൻറ്റ് കപ്പിലാണ് 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. ഈ പഞ്ചസാര ലായനി നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് ഒറ്റനൂൽ പരുവത്തിൽ വേണം നമുക്കിതിനെ റെഡിയാക്കി എടുക്കാൻ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഒരു 2 ഏലക്ക കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം. ലായനി ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഒറ്റനൂൽ പരുവമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം. ഒരല്പം ഒന്ന് കയ്യിലെടുത്ത് നമ്മൾ നോക്കിയാൽ മാത്രം മതിയാകും. ഒരു നൂൽ പരുവത്തിൽ വരികയാണെങ്കിൽ അതാണ് ഇതിൻ്റെ യഥാർത്ഥ അളവ്. ഞാൻ കാണിച്ചു തരാം. ഞാനൊരല്പം കയ്യിലെടുത്ത് ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ടെക്സ്ചർ. ഇനി ബാദുഷ തയ്യാറാക്കാനായിട്ട് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരല്പം മാവ് എടുക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് നല്ലതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇതിനെ നമ്മൾ ഉരുട്ടിയെടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ ഉരുട്ടിയെടുക്കണം. നമ്മൾ ഈ ഉരുട്ടുന്ന സമയത്ത് അതിൻ്റെ പുറത്തൊക്കെ ചിലപ്പോൾ ഒരു പൊട്ടലൊക്കെ കാണുമായിരിക്കാം. അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതിനെ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് അമർത്തിയതിന് ശേഷം നടുക്ക് ഒരു ഹോള് നമുക്ക് ഇട്ട് കൊടുക്കാം. കൈ വെച്ച് തന്നെ അത് ഇട്ടാൽ മതിയാകും. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം. ഇതിൻ്റെ വലുപ്പം ഒത്തിരി വലുതായി പോകരുത്. ഒരു മീഡിയം സൈസ് മതിയാകും. ഞാനിവിടെ ഇതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ചൂടായതിനു ശേഷം ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കണം. ഇത് നമ്മൾ ചുട്ട് തുടങ്ങുമ്പോൾ ഇതിനൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കണം. കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ടാണ്. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറ്റേ സൈഡും മറിച്ചിടണം. ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഒരു 2-3 തവണ ഇങ്ങനെ ചെയ്യണം. ഇനി ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയി വരുമ്പോഴേക്കും നമുക്കിതിന് കോരി മാറ്റാം. ഇപ്പോൾ ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. ഇത് ഏകദേശം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമുക്ക് പഞ്ചസാര ലായനിയിലേക്ക് ചേർക്കാം. ഈ സമയത്ത് പഞ്ചസാര ലായനി ഒരു ചെറു ചൂട് ഉണ്ടായിരിക്കണം. നമ്മൾ ചുട്ടതായ ഈ ബാദുഷ ചൂടോടുകൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് വരെ ഈ ലായനിയിൽ നമ്മുടെ ബാദുഷ കിടക്കണം. എന്നാൽ മാത്രമേ ഇതിലേക്ക് പഞ്ചസാരയൊക്കെ ഉള്ളിലൊക്കെ ചെല്ലാനുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് ഇതിൽ പഞ്ചസാര ലായനി ഒന്ന് കോരി ഒഴിക്കണം.
ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കണം. നമ്മുടെ വളരെ സ്വീറ്റായിട്ടുള്ള ബാദുഷ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകമൊക്കെ ഞാൻ കാണിച്ചു തരാം. വളരെ സോഫ്റ്റ് ആയിരിക്കും. ലായനിയൊക്കെ ഇതിനകത്ത് ഇറങ്ങി വളരെ സോഫ്റ്റായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ബാദുഷ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരെണ്ണം ഞാനിതിവിടെ കാണിച്ചു തരാം. ഇതിൻ്റെ അകമൊക്കെ വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് നിങ്ങളും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.